ഈ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വലിയ വെയിൽ ചൂടൊക്കെ വരുന്ന, പക്ഷേ ആ ചൂടിന് മുമ്പ് വോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു 7 മണി മുതൽ 11 മണി വരെ ഒരു വോട്ടിംഗ് സർജ് ഉണ്ടാകും. 11 മുതൽ ഒരു 3 മണി വരെ ഒരു ചെറിയ ഡിപ്പ് മാന്ദ്യം ഉണ്ടാകും. അതിൽ 3 മണിക്ക് ശേഷം പിന്നെയും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചെത്തും എന്നുള്ള കാഴ്ചയാണ് സാധാരണഗതിയിൽ കാണുന്നത്. ആ പാറ്റേൺ തന്നെ ഇക്കുറിയും ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും ആ പാറ്റേൺ പോലെ തന്നെയാണ് രാവിലെ മുതൽ തന്നെ ഒട്ടുമിക്കല്ല. അപ്പോൾ 7 മണിക്ക് പോളിംഗ് തുടങ്ങി 6 മണിക്ക് തന്നെ നമ്പി നാരായണൻ അദ്ദേഹം വോട്ട് ചെയ്യാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് 2,71,96,936 പേരിൽ ഒരാളാണ് നമ്പി നാരായണൻ. അതെ, ഈഞ്ചക്കൽ സ്കൂളാണ്, ഈഞ്ചക്കൽ UP സ്കൂളിലാണ് നമ്പി നാരായണൻ വോട്ട് രേഖപ്പെടുന്നത്. അദ്ദേഹം ക്യൂ നിൽക്കുന്നില്ല, അദ്ദേഹം നേരെ കയറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് പരാതിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ. പ്രായാധിക്യമുള്ളവർക്ക് ക്യൂ നിൽക്കാൻ. ഇപ്പോൾ കെ മുരളീധരൻ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ. വളരെ വാശിയേറിയ പോരാട്ടം, അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ്. അവിടെയുള്ള UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ നമ്പി നാരായണനെയും നമുക്ക് ക്യൂവിൽ കാണാം. അദ്ദേഹത്തിനെ മറ്റുള്ളവർ അനുവദിച്ചതുകൊണ്ട് ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ പോയ കോൺഗ്രസ് നേതാവ് ആരെങ്കിലും ഷാഫി ആയിരിക്കും. അത് പക്ഷേ എല്ലാ സ്ഥലങ്ങളും ഓടിയെത്തുകയും വലിയ ആൾക്കൂട്ടം ജനാരവും തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളും എനിക്കൊന്ന് ഒരുപാട് UDF വിജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ഷാഫി പറമ്പിൽ അധ്വാനിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ഷൈൻ ചെയ്ത 2 നേതാക്കൾ, ഒന്ന് ഷാഫി പറമ്പിലും ഒന്ന് M സ്വരാജുമായിരുന്നു. 2 യുവ നേതാക്കൾ കട്ടക്കട്ടക്ക് നിൽക്കുന്ന കാഴ്ച നമ്മൾ പല ഘട്ടങ്ങൾ കണ്ടു. M സ്വരാജിന്റെ വാർത്താ സമ്മേളനങ്ങൾ ഹിറ്റായി മാറുന്ന കാഴ്ച കണ്ടു. അതേസമയം തന്നെ ഷാഫി പറമ്പിലിന്റെ പ്രചരണങ്ങൾ വലിയ ജനാരവങ്ങളായി മാറുന്നതും ആയിരക്കണക്കിന് പേർ തടിച്ചുകൂടുന്ന വലിയ യോഗങ്ങളായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഇപ്പോൾ വോട്ടിംഗ് പെർസെന്റേജ് 5.62% ആയിരിക്കുന്നു കേരളത്തിലുടനീളം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ഓരോ സ്ഥലത്തെയും വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാൻ സ്ക്രീനിന്റെ വലതുഭാഗത്ത്, ടെക്നിക്കലി വലതുഭാഗത്ത്, എന്നാൽ നിങ്ങൾ നിൽക്കുന്നതിന്റെ ഇടതുഭാഗത്ത് സ്ക്രീനിൽ നിങ്ങൾ കാണാം. കേരളത്തിലെ ടോട്ടൽ പോളിംഗ് എടുക്കാനുള്ള പെർസെൻറ്റേജ് ഇപ്പോൾ 5.62%. അപ്പോൾ അത് സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കും. പോളിംഗ് പുരോഗമിക്കുന്നു. അതേസമയം വലിയൊരു ജനക്കൂട്ടം വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരുപാട് വെയിൽ കനക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ആളുകളൊക്കെ തന്നെ നമ്മുടെ ജനാധിപത്യം അടുത്ത 5 കൊല്ലം ആര് ഭരിക്കണം കേരളം എന്ന് തീരുമാനിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഇത് SIR കടകംപള്ളി സുരേന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തുന്നു. ഇത് SIR PMS എല്ലാം വോട്ട് രേഖപ്പെടുത്തുന്നു. ഇത് SIR ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ വോട്ടർ പട്ടിക കുറച്ചുകൂടി ക്ലീൻ വോട്ടർ പട്ടികയാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം സ്വാഭാവികമായി ഉയരേണ്ടതാണ്. കഴിഞ്ഞ തവണ 75.75% ഇക്കുറി അതേ കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ 80% മുകളിലേക്ക് എത്തണം, 80% അടുത്തെങ്കിലും എത്തണം. 80% താഴെയാണ് പോളിംഗ് ശതമാനമെങ്കിൽ ഉറപ്പായും ഈ പറയുന്ന വലിയ കോലാഹലങ്ങൾ, വലിയ പ്രചരണങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ക്ഷീണം നിരന്തരമായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ ആളുകൾക്കൊരു വിരസത ഉണ്ടാകുന്ന അസുഖം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയും. എന്നാൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇത് വളരെ സമീപകാലത്ത് ഉണ്ടായതിൽ ഏറ്റവും വലിയ പ്രചാരണ പരിപാടികളാണ് മുന്നണികളെല്ലാം സംഘടിപ്പിച്ചത്. ചില മുന്നണികളൊക്കെ തന്നെ അതിൽ വളരെ വേറിട്ട് നിൽക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയൊക്കെ ഇത്ര കൂടുതൽ ഉപയോഗിച്ചൊരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ വടകരയിൽ KK രമ വോട്ട് ചെയ്യുന്ന ദൃശ്യമാണ് അല്പം മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അദ്ദേഹം വോട്ട് ചെയ്തിരുന്നു. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ വോട്ട് രേഖപ്പെടുത്തുകയാണ്. പേരാമ്പ്രയിൽ ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മണ്ഡലങ്ങളിലൊന്ന് പേരാമ്പ്ര എന്ന് ഉറപ്പായും പറയാം. പേരാമ്പ്രയിലെ അതിശക്തമായ പോരാട്ടം, ഫാത്തിമ തഹ്ലിയുടെ ലാൻഡിംഗ്, അതിനുശേഷം ഒരു ഫൈറ്റിങ്ങിലേക്ക് അവിടുന്ന് മാറൽ, അതിനുശേഷം ഏറ്റവും ഒടുവിൽ അനൗൺസ്മെന്റ്, അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ പേരാമ്പ്ര തുടക്കം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഒന്നായി മാറിയിരുന്നു. KK രമ വോട്ട് രേഖപ്പെടുന്നു, നമ്പി നാരായണൻ വോട്ട് രേഖപ്പെടുന്നു, G സുകുമാരൻ നായർ നേരത്തെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയതാണ്. സാധാരണഗതിയിൽ G സുകുമാരൻ നായർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഒരു കൃത്യമായ, എന്നാൽ നേർക്കുന്ന രാഷ്ട്രീയം പറയാതെ ഒരു കൃത്യമായ സൂചന നൽകുന്ന ഒരു പ്രതികരണം എല്ലായ്പ്പോഴും നൽകാറുണ്ട്. അത് G സുകുമാരൻ നായർ ആയാലും വെള്ളാപ്പള്ളി നടേശനായാലും. പക്ഷേ G സുകുമാരൻ നായർ ഇക്കുറി അങ്ങനെ ഒരു പ്രതികരണം ഇന്ന് ശരിക്കും സമദൂരം എന്ന നിലയ്ക്ക്, സാധാരണയിൽ സമദൂരം എന്ന് പറയുമ്പോൾ പോലും ഒരു പക്ഷത്തേക്കുള്ള ഒരു പ്രതികരണം അദ്ദേഹം എപ്പോഴും നടത്താറുണ്ട്. പക്ഷേ ഇക്കുറി അങ്ങനെ ആയിരുന്നില്ല. ഇക്കുറി വളരെ കറക്റ്റ്, അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന മറ്റൊരു കറക്റ്റ് സമദൂരത്തിലുള്ള പ്രതികരണം G സുകുമാരൻ നായർ നടത്തി. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കട്ടെ, അല്ലെങ്കിൽ നല്ല ആൾക്കാർ വരട്ടെ എന്നുള്ള വളരെ ജനറൽ പ്രസ്താവനയ്ക്ക് അപ്പുറം ഏതെങ്കിലും പൊളിറ്റിക്കൽ പ്രസ്താവന G സുകുമാരൻ നായർ ഇന്ന് നടത്തിയില്ല എന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ ഈ മാധ്യമങ്ങൾക്കെതിരെയും ആഞ്ഞടിച്ചിട്ടുണ്ട്. മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു. ശോഭാ സുരേന്ദ്രന്റെ പേരിൽ സ്റ്റിക്കർ ഒട്ടിച്ച കുറേ കാറുകൾ പാലക്കാട് തലങ്ങും വിലങ്ങും ഓടുന്നെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന രീതിയിലും പറയുന്നു. മാത്രമല്ല മീഡിയ വണ്ണെ പോലെയുള്ള ചാനലിന്റെ റിപ്പോർട്ടർമാരും അവർക്കെതിരെ പ്രവർത്തിച്ചു എന്ന വിവരങ്ങൾ അവർ പറയുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.